മുളപ്പിച്ച പയർ കൊണ്ട് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നർ ആയിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വയറൊക്കെ നല്ല ഫുള്ളായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ അമിത ഭാരം പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ഭാരം കൂടുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് ഇല്ലാണ്ടാകും. അപ്പോൾ അങ്ങനെ നമുക്ക് തടിയൊക്കെ ഒന്ന് കുറക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു റെസിപ്പീൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമ്മന്തിയും കൂടി നമ്മളിവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് വീതം കറുത്ത കടലയും വെള്ളക്കടലയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ചെറുപയറും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുതിരയും വൻപയറും ഒക്കെ എടുക്കാം. അപ്പോൾ ഈ ഒരു 3 ഐറ്റം കൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഏത് പയർ വർഗ്ഗങ്ങളും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതൊന്ന് നല്ലപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാലോ ഒരു കടലയും ചെറുപയറും ഒക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും പിടിക്കും. അപ്പോൾ അത്രയും നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം. ഈ പയറുവർഗ്ഗങ്ങളിലൊക്കെ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് നമുക്കിത് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് മുളപ്പിച്ചിട്ട് കൂടി കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗുണം ഇരട്ടിയാകും. അപ്പോൾ നമുക്കിതൊന്ന് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം ഇതൊരു അരിപ്പയിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ചെറുപയറൊക്കെ മുളപ്പിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. അപ്പോൾ ചില ആൾക്കാർ കംപ്ലൈൻറ്റ് പറയാറുണ്ട് മുളപ്പിക്കുന്ന സമയത്ത് അത് സ്മെല്ല് വരുന്നത് നന്നായിട്ട് മുളച്ച് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു അരിപ്പേൻ്റെ മേലെ ഒരു കോട്ടൺ ടവലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കഴുകിയ നമ്മുടെ പയർ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിപ്പോൾ രാവിലെയാണ് കുതിർത്തത്. രാവിലെ കുതിർത്തിട്ട് ഏകദേശം ഒരു 8-10 മണിക്കൂർ എന്ന് പറയുമ്പം ഏകദേശം രാത്രി ആകുന്നുണ്ട്. ഈ ഒരു ടൈമാണ് നമ്മളിത് വാരിയിട്ട് ഇതിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഇതിൽ വെച്ചതിന് ശേഷം ഈ ഒരു ടവൽ കൊണ്ട് ഇതൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് പിറ്റേന്ന് വൈകുന്നേരമാണ്. ഒരു രാത്രി മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ നമുക്കിതൊന്ന് നോക്കാം. ഏകദേശം ഒരു 24 മണിക്കൂർ ടൈം ആകും. ഒരു രാത്രി ഒരു 10 മുതൽ പിറ്റേന്ന് രാത്രി ഒരു 10 മണി വരെ ആകുമ്പോഴത്തേക്ക് നല്ലോണം ഇതിൻ്റെ മുളയൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ചെറുപയറിൻ്റെ മുളയാണ് പെട്ടെന്ന് വേഗം വരുന്നത്. കടലയും അതുപോലുള്ള ഇതൊക്കെ കുറച്ച് അതിൻ്റെ ഒരു മുള വരാൻ ടൈം എടുക്കും. അപ്പോൾ ഇതാ ചെറുപയറിനാണ് ഒരുപാട് മുള വന്നിട്ടുള്ളത്. ഇത്രയും മുള നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ നമ്മളിതിൻ്റെ ആ ഒരു മുള വരാൻ നിന്ന് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ചിലപ്പം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും. കെട്ട പോലത്തെ ഒരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഇനി ഏതൊരു റെസിപ്പി ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പുളിപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ കണ്ടില്ലേ കടലേൻ്റെ ഒക്കെ ആ ഒരു മുള ഇത്രേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിന് വെച്ചിട്ട് ആ ഒരു റെസിപ്പി തയ്യാറാക്കാം. ഇനി ഇതെല്ലാം ഒന്നും കൂടി ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു മുളയൊക്കെ വന്നു കഴിഞ്ഞാലും ആ ഒരു വഴുവഴുപ്പ് പോലെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഇതൊന്നും കഴുകിയെടുക്കുന്നത്. ചെറുപയറിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കടലയൊക്കെ ആകുമ്പോൾ ഒരു വഴുവഴുപ്പ് ഉണ്ടാകും. ഇനി അത് നല്ലോണം കഴുകിയതിന് ശേഷം നമ്മളിത് ആ മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് മുന്നേ ഇതിലേക്കൊരു 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ 2 പച്ചമുളകും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഒരു 2 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കായ്മുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചുടുന്ന ആ ഒരു ദോശക്ക് നല്ലൊരു കളർ ഉണ്ടാകും. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് റാഗീൻ്റെ പൊടിയാണ്. അത് 1-2 കയ്യിൽ വെച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റാഗി മുഴുവനായിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അതുപോലെ ഒരുപാട് കട്ടിയാകാൻ പാടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള മാവാണ് നമുക്ക് വേണ്ടുന്നത്. നമ്മളിനി ഇത് മാവ് പുളിക്കാനൊന്നും വെക്കുന്നില്ല. ഈ ഒരു സമയത്ത് തന്നെ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പുളിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പിറ്റേന്നത്തേക്കൊക്കെ മാവ് അങ്ങനെ തയ്യാറാക്കിയിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പുളി ടേസ്റ്റിനേക്കാളും കൂടുതൽ നല്ലത് നമ്മൾ ആ ഒരു അരച്ച ഉടനെ തന്നെ ദോശ ചുടുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ചെറിയ ഉള്ളിയും ചേർക്കാം. ചെറിയ ഉള്ളിയാണ് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 കായ്മുളക് ചേർക്കുന്നുണ്ട്.
പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കുന്നുണ്ട്. പുളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേനും ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഒരു കളറ് കുറവായതുകൊണ്ട് എരിവും കുറവായതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് തരിതരിപ്പായിട്ടൊന്ന് നമ്മളൊന്ന് ഇതാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അരച്ചെടുക്കുകയല്ല ചെയ്തത്, മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഈ ഒരു ദോശക്ക് നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ. അതുപോലെ എല്ലാവരും ഇതുപോലെ തന്നെയാണ് ചമ്മന്തി റെഡിയാക്കണമെന്നില്ല. ചില ആൾക്കാർ ഇഞ്ചി ഇടും, അതുപോലെ ചില ആൾക്കാർ തക്കാളി ചേർക്കും, കുഞ്ഞുള്ളി ചേർക്കാത്തവരുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും പല ഇതിലാണല്ലോ എല്ലാവരും ഓരോ ഐറ്റം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് മാത്രമല്ല ചോറിനും കഞ്ഞിക്കും ഇഡ്ലിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മളെ ഈ ഒരു മാവ് ഇതാ കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ദോശ നന്നായിട്ട് ചുടാൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് ഇതിന്. ചമ്മന്തിൻ്റെയോ കറീൻ്റെയോ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദോശക്കല്ലിൽ ഒന്ന് പരത്തി കിട്ടാനും നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി ഇതിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇതുപോലുള്ള കല്ലാണ് ഞാൻ എടുത്തത്. അപ്പോൾ നോൺ സ്റ്റിക്കിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തിന് നല്ലത് ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പശു നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഒരു കയ്യിൽ മാവ് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് നല്ല നേർങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി ചേർക്കാണ്ടൊന്ന് ചുട്ട് നോക്കിയിട്ടുണ്ടേനും അപ്പോൾ അങ്ങനെ നന്നായി കിട്ടിയിട്ടില്ല. അത് നമുക്ക് ഇതുപോലെ നല്ല ഇതിൽ പരത്തിയെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ റാഗി എന്നെല്ലാം പറയുമ്പോൾ തന്നെ അത് മിക്കവർക്കും ഉണ്ടാക്കുന്നവർക്ക് അറിയാം. റാഗി മിക്കവാറും പൊടിയൊക്കെ വെച്ചിട്ട് ദോശ ഇടുമ്പോൾ നല്ലോണം കല്ലിന്നങ്ങ് ഇളകി വരില്ല. അതുപോലെ തന്നെ നമ്മൾ മുളപ്പിച്ച പയറൊക്കെ ആ ഒരു ദോശക്കല്ലുമ്പിൽ അങ്ങനെ പരന്ന് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗോതമ്പ് പൊടി ചേർത്തത്. അങ്ങനെ പരന്ന് കിട്ടുന്നില്ലെങ്കിൽ മുഴുവനായിട്ടുള്ള റാഗി എടുത്താൽ അത് കിട്ടും കേട്ടോ. പൊടിയേക്കാളും കൂടുതൽ നല്ലത് അത് തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ദോശ മേൽഭാഗമൊക്കെ ഒന്ന് റെഡി ആകുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും നല്ലോണം ഒന്ന് ക്രിസ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി. അപ്പോൾ നമ്മളിതിപ്പോൾ റാഗിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് നല്ലോണം തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ മേലെയും താഴെയൊക്കെ നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേക കാര്യം എന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കല്ലിൻ്റെ ചൂട് കൂടി പോകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പച്ചവെള്ളം തളിച്ച് കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ചൂട് കൂടി കഴിഞ്ഞാൽ ഇതുപോലെ പരത്തിയെടുക്കാൻ കിട്ടില്ല, അങ്ങ് ഉണ്ട പോലെ ആയി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ദോശ ആയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, പക്ഷേ അതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ട് ഭാഗവും തിരിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ മുളപ്പിച്ച പയർ കൊണ്ടുള്ള ഏതൊരു ഐറ്റവും തയ്യാറാക്കുന്നത്. നമ്മളെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ മലബന്ധം തടയാൻ, പിന്നെ കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ നല്ലതാണിത്. അതുപോലെ നമ്മളെ എല്ലിനൊക്കെ വളരെ നല്ലതാണ്. പ്രോട്ടീൻ ആണല്ലോ നമുക്കിത് മുളപ്പിച്ച പയർ എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വളരെ നല്ലതാണ്. അയണിൻ്റെ കണ്ടൻറ്റൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് റാഗി ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അയണിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിളർച്ചനെ തടയാനൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മളെ എന്താ പറയുക, മുടീൻ്റെ വളർച്ചയ്ക്ക്, സൗന്ദര്യത്തിനൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്